നമ്മുടെ ഈ സമൂഹത്തിലെ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ചിലപ്പോൾ ഒരു 10% ആളുകൾക്ക് പ്രശ്നമില്ലാത്തവരുണ്ടായിരിക്കാം. ബാക്കി മുഴുവൻ ആളുകൾക്കും വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിക്കുന്ന ഒരു സംഗതി നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തകൾ പലരുമൊക്കെ പറഞ്ഞിരുന്നു. ചിലരൊക്കെ അതിനെക്കുറിച്ച് തെര്യപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ അത്രമേൽ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഈ സമീപകാലത്തായിട്ട് ആകെ ശ്രദ്ധിച്ചത് ഈ തൂഫാൻ മയക്കുമരുന്ന് ആ ഏർപ്പാടിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നിലുമല്ല, നമ്മുടെ ആരോഗ്യരംഗം കീഴ്പ്പെടുത്തുന്ന ആഗോള കുത്തക ഭീമന്മാരുടെ സംഭവമാണ്. അവർ നമ്മുടെ ആരോഗ്യമേഖലയെ വളരെ ഗണ്യമായി ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിസ്സാര അസുഖത്തിന് പോലും 3 ദിവസത്തിന് 1.25 ലക്ഷം രൂപ വരെയാണ് ചാർജ് ആവുന്നത്. പണ്ട് ചെന്ന് കഴിഞ്ഞാൽ രോഗത്തെക്കുറിച്ച് ചോദിക്കുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ ഇതിനു മുമ്പ് ചികിത്സിക്കാൻ എത്ര രൂപ അടച്ചുവോ അതിൻ്റെ ഒരു 3 ഇരട്ടി കാശെങ്കിലും ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞ് ഈ രോഗി അടയ്ക്കേണ്ടി വരും. പക്ഷേ ഭീമമായ ഒരു തുക ഇൻഷുറൻസിൽ നിന്നങ്ങ് കട്ടായിക്കോളും. 1.5 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ ആയാൽ ഒരു 4 ലക്ഷം രൂപ ഇൻഷുറൻസ് ആണെങ്കിൽ 1 ലക്ഷം രൂപ അതിലൊന്നും പെടാത്തതായി മുൻപേ ഉണ്ടായിരുന്ന രോഗം, ഇതിൽ കവർ ചെയ്യാത്ത രോഗം എന്നൊക്കെ പറഞ്ഞ് അവർ ഇത് കമഴ്ത്തിക്കൊണ്ടേയിരിക്കും. അതിനിപ്പോൾ നിങ്ങൾ അവിടെ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടിയോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർക്കിതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവരാകെ നമ്മുടെ കൂട്ട് ശമ്പളത്തിന് കൂലിക്ക് പണിയെടുക്കുന്നവരാണ്. ഇതൊരു നയത്തിൻ്റെ ഭാഗമായി നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നവരും നമ്മൾ ആദരിക്കുന്നവരും പോസ്റ്റ് ഇടുന്നവരും കമൻ്റ് ഇടുന്നവരും വാപ്പയെയും ഉമ്മയെയും തള്ളിപ്പറഞ്ഞാലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ ആളുകളുടെ നയപരമായ സംഗതികൾ കൊണ്ടുണ്ടായിത്തീരേണ്ട കാര്യമാണ്. കേരളത്തിൽ പോലും ഇപ്പം ചെറിയ ക്ലിനിക്കുകൾക്ക് നിയമങ്ങളുടെ കാഠിന്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവണ്ണം ആക്കി തീർത്തത് ഇവർ വളർന്നു വരാൻ വേണ്ടിയാണെന്ന് പല താല്പര്യങ്ങളില്ലാത്ത ഡോക്ടർമാരും ഉറക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. നമുക്കതൊന്നും കേൾക്കാൻ നേരമില്ല. നമുക്ക് ഇഷ്ടമല്ലാത്ത, നമ്മൾ എതിർക്കുന്ന, നമുക്ക് വ്യക്തിപരമായി വൈരാഗ്യമുള്ളവരുടെ പിന്നാലെ പോസ്റ്റിട്ടും ജാതിയും മതവും പറഞ്ഞും ഒക്കെ നമ്മൾ മുന്നോട്ടങ്ങനെ കുതിക്കുകയാണ്. ആ കുതിപ്പിനിടയിൽ ഈ വാർത്ത നമ്മൾ കാണാതെ പോകുന്നു എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. അവിടെയാണ് ഇന്നലെ ഞാൻ മനോഹരമായ ഒരു ചെറിയ കാർഡ് കാണാനിടയായത്. അതതിൻ്റെ മറ്റൊരു വശമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് സർക്കാർ ഓഫീസിൽ പോയാൽ ഒരു അസുഖത്തിൻ്റെ ചികിത്സയുടെ കാര്യമാണ് ഇപ്പോൾ ഒന്നാമതായി കാണുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോയാൽ അവിടെ പല പരിമിതികളും ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളൊരു ബാൻഡേഡ് ഒട്ടിച്ച് ഇങ്ങി വിടും. നമ്മളിപ്പോൾ പുതിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യുമ്പോഴും ആശുപത്രികളിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ധർമാശുപത്രികളിൽ വേണ്ടത്ര സൗകര്യം നമുക്കായോ എന്ന പരിശോധന അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. നിലവിലുള്ള താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റുകളില്ലാത്തതിൻ്റെ പേരിൽ പൊടി പിടിച്ച് കിടക്കുന്ന, ഉപയോഗശൂന്യമായി കിടക്കുന്ന കോടിക്കണക്കിന് റുപ്പികയുടെ മിഷനുകളുണ്ട്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. കോവിഡ് കാലഘട്ടത്തിൽ അന്നത്തെ ആവശ്യമെന്ന പേരിൽ വാങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ സംഗതികൾ പലയിടങ്ങളിലും കെട്ടിക്കിടപ്പുണ്ട്. അതെടുത്ത് വിതരണം ചെയ്യുന്നില്ല. വീണ്ടും നമ്മൾ പർച്ചേസും നിർമ്മിക്കലുമാണ് കൂടുതൽ ഉന്നം വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ കരുനാഗപ്പള്ളിയിലെ ഫസ്റ്റ് റെഫറൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റും ബാക്കിയുള്ള സംവിധാനങ്ങളും എല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ട് അതവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തത് കൊണ്ടാണ് അത് പ്രവർത്തിപ്പിക്കാനാവാത്തത്. അത് കഴിയാത്തത് കൊണ്ട് വേറെ അടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ അത് വെച്ച് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം തീരുമ്പോഴാണ് നമ്മൾ പുതിയ മെഡിക്കൽ കോളേജിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എനിക്കറിയില്ല ഇനി അതിന് വേറെ പ്രത്യേക ഫണ്ട് വല്ലതും കിട്ടുമെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് എയിംസ് എന്ന് പറഞ്ഞൊരു മോലാളി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ മണ്ണിൽ പതിഞ്ഞില്ല. 2029 ഇലക്ഷനാണ്. 28 ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പടം ആയി അങ്ങ് പോകും. അതുപോലെ ഒരുപാട് കോച്ച് ഫാക്ടറിയും അതുപോലെ നിർമ്മാണ ഫാക്ടറിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഒന്നാമത്തെ ചിത്രം അതാണ്. രണ്ടാമത്തെ ചിത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലുള്ള സ്ഥിതിയാണ് കാണുന്നത്. അവർ ആ സ്ഥലത്ത് കുറച്ചുകൂടി കട്ടിയായി പൊതിഞ്ഞ് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയെടുക്കും. ആ കൂട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അനുബന്ധ സംഗതികൾ ഉണ്ടാക്കിയെടുക്കും. മൂന്നാമത്തെ ചിത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലുള്ളതാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയാൽ പിന്നെ അതങ്ങ് റെഡിയാക്കും. എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും കാണും.
കണ്ടുപോകുമ്പോൾ കിടക്കുന്നവർ വിചാരിക്കും പഴയ ക്ലിനിക്കൊക്കെ എന്ത്, ഇത് നല്ല നല്ല സാറന്മാർ നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുന്നു, നേഴ്സുമാരും ഉണ്ട്, അവരെല്ലാം വന്ന് കണ്ടുപോകും. അവസാനം തുകമാനം കുറിപ്പെഴുതി ഇങ്ങോട്ട് തരുമ്പോൾ അതിൽ നോക്കുമ്പോഴാണ് അങ്ങനെ വന്നൊന്ന് ചിരിച്ചിട്ട് പോയതിന് 2000 രൂപ, 3000 രൂപ, 700 രൂപ, 1000 രൂപ എന്ന് പറഞ്ഞ് കണക്ക് കാണുന്നത്. അതൊരു കൂടിക്കാഴ്ചയുടെ തുകയാണത്. ഇനി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ടും കവറേജും എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞാൽ ദേ ഈ അവസാനത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളെ ശരിപ്പെടുത്തി കളയും. പിന്നെ നിങ്ങളുടെ ആ പൊട്ടിയ സ്ഥലത്ത് മാത്രമല്ല, വെറും ഒരു കൊച്ചു കണ്ണ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. ബാക്കിയെല്ലാം മൂടിക്കെട്ടി ഖബറിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്ഥിതിയിലേക്കാക്കിയെടുക്കും. നമ്മളിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ ആശ്വസിക്കാനല്ല. ആരെങ്കിലുമൊക്കെ സാമൂഹിക താല്പര്യമുള്ള ഡോക്ടർമാരോ റിട്ടയറായ ആളുകളോ ഒക്കെ ആരെങ്കിലും മനുഷ്യത്വമുള്ളവരോ ഇറങ്ങി ഒരു അത്യാവശ്യം അടിസ്ഥാന ചികിത്സയ്ക്കുള്ള ക്ലിനിക്കുകളും ബാക്കിയുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇളവ് സർക്കാർ നൽകി ഈ മേഖലയെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ പൊന്നു സർക്കാരെ, ഉള്ള കുടുംബം മൊത്തം ജപ്തിയിലാവും. നിങ്ങൾ 1ഉം 2ഉം നിയമമൊന്നും ഉണ്ടാക്കിയാൽ കൈ നിൽക്കില്ല. പിന്നെ അതുകൂടാതെ പള്ളികളിലും അമ്പലങ്ങളിലും കൈനീട്ടുന്നവരുടെ എണ്ണം കൂടും. വീടുകളിൽ സഹായിക്കുന്നു എന്ന് പറയുന്നവരുടെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല. മനസാക്ഷിയും കേൾക്കാനുള്ള മനസ്സും എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുള്ള മനുഷ്യരുടെ അടുത്തേക്ക് കോടികൾ കയ്യിലുള്ള അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്പർ കൊടുത്തു വിട്ട് നമ്മളെ അങ്ങ് വിളിപ്പിക്കും. നമുക്കൊരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുമായിരിക്കും. അപ്പോഴാണ് അവർ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ദയവായി ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.